രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ടി.എൻ. പ്രതാപൻ രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് AICC തന്നെ വ്യക്തമാക്കി. വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും കളങ്കരഹിതരാകണം. അത് ഏത് പ്രസ്ഥാനങ്ങളിലുള്ള ആളായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരെന്നും ടി.എൻ. പ്രതാപൻ. മാധ്യമങ്ങളിലായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായാലും ഏത് പൊതുജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും പൊതുപ്രവർത്തകന്മാർ അവർ ക്ലിയർ ക്രിസ്റ്റലുകളാകണം. അവരുടെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും പൊതുസമൂഹം ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നതാണ്. വിമർശനങ്ങൾ സ്വാഭാവികമായും വരും, അത് രാഷ്ട്രീയമായ വിമർശനങ്ങൾ വരും, ബാക്കി വരും. പക്ഷെ അത് വേറെ, വ്യക്തിജീവിതം സാമൂഹിക ജീവിതവും സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കേണ്ടതാണ്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, നടപടിക്കൊരുങ്ങുകയാണ് AICC എന്ന വാർത്ത ഇപ്പോഴാണ് വന്നത്. ഇപ്പോഴിതാ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ് വിമർശന സ്വരങ്ങൾ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? പറഞ്ഞോളൂ. അഖില, പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ രാഹുലിനെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും KPCC നേതൃത്വത്തിലെ AICC നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ കൃത്യമായ അവമതിപ്പും എതിർപ്പും വിയോജിപ്പും ഈ വിഷയത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗവും AICC അംഗവുമായ മുൻ MP ടി.എൻ. പ്രതാപന്റെ വാക്കുകൾ. അദ്ദേഹം തന്നെ നമ്മളോടുള്ള നേരിട്ടുള്ള ന്യൂസ് മലയാളത്തിന്റെ ചോദ്യത്തിനായിട്ടുള്ള മറുപടി എന്നുള്ള നിലയിലാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഗൗരവതരമായ ആരോപണങ്ങൾ തന്നെയാണ് എന്ന് മറുപടി നൽകുന്നത്. AICC ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങളോട് പ്രതികരിച്ചത്. അതേ നിലയിൽ തന്നെയാണ് തന്റെ നിലപാട് എന്നുള്ളതാണ് ടി.എൻ. പ്രതാപൻ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പൊതുപ്രവർത്തകനായാൽ വ്യക്തി ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും ഏത് സ്വകാര്യ ജീവിതത്തിലും അടക്കം പാലിക്കേണ്ട മര്യാദകളുണ്ട്. അത് കാത്തുസൂക്ഷിക്കാൻ ഏതൊരാളും രാഷ്ട്രീയ ഭേദവ്യത്യാസമില്ലാതെ ഏതൊരാളും ബാധ്യസ്ഥരാണ്. ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ കാര്യങ്ങൾ വ്യക്തിജീവിതമാണെങ്കിലും പൊതുജീവിതമാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. കളങ്കരഹിതരായിരിക്കണം പൊതുപ്രവർത്തകർ എന്നുള്ളതാണ് പറയുന്നത്. ഈ ആരോപണങ്ങളിന്മേൽ രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നുള്ള നിലയിൽ തനിക്ക് നിലപാടുണ്ട്. തൻ്റെ കൂടി നിലപാടാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ അവരുടെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടായി സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ വിശദമായ തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ അഭിപ്രായ പ്രകടനമായി നടത്തിയിട്ടുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കുമെല്ലാം കൃത്യമായ മറുപടി തന്നെയാണ് ടി.എൻ. പ്രതാപനിലൂടെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ നൽകുന്നത്. കാരണം പിന്തുണയ്ക്കാൻ മാത്രമുള്ള ഒരു രാഷ്ട്രീയ വിഷയമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ഒരു ആരോപണമല്ല ഇതെന്നും ഗൗരവപ്പെട്ട സംഗതി തന്നെയാണ് രാഹുലിനെതിരെ പുറത്തേക്ക് വരുന്ന ഓരോ വിവരങ്ങളെന്നും എന്ന് തന്നെയാണ് ടി.എൻ. പ്രതാപൻ പറഞ്ഞു വെക്കുന്നത്. അഖില, ലെവിൻ, KPCC നേതൃത്വം രാഹുലിനെതിരെ ഒരു നിലപാടെടുക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോഴിതാ പ്രതാപനും അങ്ങനെ തരത്തിലൊരു പ്രതികരണമാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നതും. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് KPCC നേതൃത്വം ഒരു നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് തന്നെയല്ലേ? തീർച്ചയായും അത്തരത്തിൽ വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എമ്പാടു നിന്നും ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ ചില കൊള്ളരുതായ്മകൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്തരത്തിലൊരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള സംഭവങ്ങളെ തുടർന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാർട്ടിയിലുടനീളം, പാർട്ടി പ്രവർത്തകരിലുടനീളം അതിലുള്ള പ്രതിഷേധം ശക്തമാണ്. ഒരു പൊതുമണ്ഡലത്തിൽ നിന്ന് നേരിട്ട് അത്തരത്തിൽ ഒരു പ്രവർത്തകനായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരു നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നേരിട്ടാരും പ്രതികരിക്കുന്നില്ലെങ്കിലും KPCCക്കുള്ളിൽ, സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ, ദേശീയ നേതൃത്വത്തിനുള്ളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരം ശക്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശക്തമായ നടപടികൾ വേണമെന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ തങ്ങൾക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വസ്തുതയായി നിലവിലുള്ളത് രേഖാമൂലമുള്ള പരാതികൾ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിച്ച് ഇളിഭ്യരായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിനില്ല എന്നുള്ളൊരു തികഞ്ഞ നിലപാട് തന്നെയാണ് പല നേതാക്കളും വെച്ചു പുലർത്തുന്നത്. പരസ്യ പ്രതികരണങ്ങൾക്ക് പലരും മുതിരുന്നില്ലെങ്കിലും ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ വേണം. MLA സ്ഥാനത്തിലുപരി പ്രസ്ഥാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംഘടനയുടെയും അഭിമാനത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് പൊതുവികാരത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇതേ സമീപനം സ്വീകരിച്ച് ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് ദേശീയ നേതൃത്വത്തിൻ്റെ പോലും ഭാഗമായവർ ആവശ്യപ്പെടുമ്പോൾ ശക്തമായ നടപടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകും. MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശിക്കും എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അഖില.